MCQ ക്വസ്റ്റ്യൻ ഈ വരുന്ന ഓണം എക്സാമിൽ ഷുവറായിട്ടും നമ്മുടെ SSLCയിൽ ഇംഗ്ലീഷിൽ ചോദിക്കാൻ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് MCQ. ഈ വരുന്ന ഈ ഒരു എക്സാമിൽ ഉറപ്പായിട്ടും ആ ഒരു കംപ്ലീറ്റ് എക്സാമിൻ്റെ ആ ഒരു പാറ്റേൺ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് MCQ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അതുണ്ട്. അതെങ്ങനെ ക്രാക്ക് ചെയ്യണം, അതെങ്ങനെ ഹാക്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ അവസാനം വരെ കണ്ടിരിക്കുക. മാത്രമല്ല നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ കുറച്ച് MCQ, ഒരു 5 MCQ ക്വസ്റ്റ്യൻസ് കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ കൂടി എന്തൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമുക്ക് നോക്കിയാലോ എങ്ങനെ ഇത് ക്രാക്ക് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് നിങ്ങൾക്ക് NCERT തന്നിട്ടുള്ള ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടോ, ഈ ഒരു കുറച്ച് ഫ്രേസസ് തന്നിട്ട് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ നിന്ന് ബോത്ത് A ആണോ B ആണോ, രണ്ടും കൂടിയാണോ, ബോത്ത് Aയും Bയും ആണോ, Aയും D ആണോ, ഇങ്ങനെ തുടങ്ങിയിട്ട് മാക്സിമം കൺഫ്യൂഷൻ ആക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ബട്ട് വി ക്യാൻ ക്രാക്ക് ഇറ്റ്. അതിന് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മുടെ നീറ്റ് JEE പോലെയുള്ള എക്സാം, IELTS പോലെയുള്ള എക്സാമുകളിൽ, PSC എക്സാമുകളിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ചെയ്തു വരുന്ന രീതിയുണ്ട്. ആക്ച്വലി ദാറ്റ്സ് എ ഫസ്റ്റ് ക്രാക്ക് അല്ലെങ്കിൽ ഹാക്ക്. നമ്മുടെ എലിമിനേഷൻ മെത്തേഡ്, എലിമിനേറ്റ് റോങ് ഓപ്ഷൻ ഫസ്റ്റ്. നമ്മുടെ ഈ ഒരു 4 ഓപ്ഷനിൽ നിന്നും തെറ്റായ ഓപ്ഷൻ നമ്മൾ ക്രോസ് ചെയ്യാം. യെസ്, ക്രോസ് ഔട്ട് ദ ആൻസർ യു ആർ ഷുവർ യു ആർ റോങ്. അത് തെറ്റായിട്ടുള്ള ആൻസർ നിങ്ങൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്താ ഉള്ളൂ, ആ ഒരു കറക്റ്റ് ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്തുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ ചിലപ്പോൾ കാണുന്ന സമയത്ത് ഇതാണ് കറക്റ്റ് ആൻസർ, ശരിക്കും 4 ആൻസർ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും, പക്ഷേ വി ഹാവ് ടു സെലക്ട് ദ ബെസ്റ്റ് ആൻസർ. അങ്ങനെ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെ ദിസ് മേക്സ് ഇറ്റ് ഈസിയർ ടു ചൂസ് ബിറ്റ്വീൻ ഫ്യൂവർ ഓപ്ഷൻ. കുറച്ച് ഓപ്ഷൻസ് ഉള്ളത്, ആക്ച്വലി 4 ഓപ്ഷൻസ് ഒക്കെ ഉള്ള സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എലിമിനേഷൻ മെത്തേഡിലൂടെ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ. ഇനി രണ്ടാമത്തെ ഒരു ഐഡിയ എന്ന് പറയുന്നത് സ്റ്റേ കാം ആൻഡ് തിങ്ക് ലോജിക്കലി. ലോജിക്കായിട്ട് ചിന്തിക്കുക. നമ്മൾ MCQ എന്ന് പറയുന്നത് നമ്മുടെ സ്മാർട്ട് തിങ്കിങ്ങിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ ജസ്റ്റ് മെമ്മറി ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. അതുകൊണ്ട് അതിൻ്റെ ലോജിക്കൽ തിങ്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യനിലൊക്കെ ഒരു അൺനോൺ പാസേജ് തന്നിട്ട് ചോദിച്ചിട്ടുള്ള ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ നമ്മൾ പിന്നെ നമ്മുടെ ആ ഒരു മെമ്മറിയെക്കാട്ടിലും കൂടുതലും നമ്മുടെ ലോജിക്കൽ തിങ്കിങ്ങിനെയാണ് ഇവിടെ എന്താക്കുന്നത്, ആക്ച്വലി കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ലുക്ക് ഫോർ പാറ്റേൺസ് ഓർ ലോജിക്കൽ കണക്ഷൻ. അത് നമ്മൾ ആ ഒരു ബോത്ത് A ആൻഡ് B എന്നൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള ആ ഒരു പാറ്റേണും അതിൻ്റെ കണക്ഷനും നോക്കുക. നമ്മൾ ചുമ്മാ നമ്മുടെ ആ ഒരു ബ്രെയിനിൽ വരുന്ന ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ആ ഒരു ആൻസർ മാത്രം എന്താക്കാതിരിക്കുക, ക്ലിക്ക് ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് വൺ, ട്രസ്റ്റ് യുവർ ഫസ്റ്റ് തോട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം. അതായത് മോസ്റ്റ് ഓഫ് ദ ടൈം എന്ന് കൊടുക്കാൻ കാരണം മിക്ക സമയവും നമ്മൾ കൂടുതൽ ചിന്തിക്കുന്ന സമയത്ത്, കൂടുതൽ ആ ഒരു ക്വസ്റ്റ്യനിൽ ഇരുന്ന് കൂടുതൽ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ റോങ് ആൻസറിലേക്കാണ് പോകാൻ സാധ്യത. ഒരു 70%. ഇതൊരു സൈക്കോളജിക്കൽ ട്രിക്കാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചതിന് മാത്രം ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം റിസർച്ചുകൾ പറയുന്നത് എന്താ വെച്ചാൽ ഫസ്റ്റ് ചോയ്സ് ഓഫൺ കറക്റ്റ് എന്നാണ്. അതായത് ആദ്യം ഈ ഒരു MCQ ടൈപ്പ് ക്വസ്റ്റ്യനിലാണ് അതായിരിക്കും മിക്കവാറും കറക്റ്റ് ആവുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഫസ്റ്റ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു A ആണ് ആൻസർ, പിന്നെ ധാരാളം ചിന്തിക്കുന്ന സമയത്ത് Bയും Cയും ഒക്കെ ആവാൻ ചാൻസ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ചോയ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക ആ ഒരു സിറ്റുവേഷനിൽ മാത്രം. നെക്സ്റ്റ് വൺ, ഡോണ്ട് റഷ് ഓൺ ഈസി വൺസ്. അതായത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ ആൻസർ ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ പോവാതിരിക്കുക. കാരണം അങ്ങനെ അത്രയും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ MCQയിൽ എന്തായാലും കൊടുക്കില്ല. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററിൻ്റെ ഓതർ പേര്, അങ്ങനെ ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ആൻസർ എന്താക്കുക, കുറച്ചുകൂടി സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈസി ക്വസ്റ്റ്യൻ ക്യാൻ ഹാവ് ട്രിക്കി വേർഡിങ്. ഓക്കെ, അതിൽ പിന്നെ ലെസ് അല്ലെങ്കിൽ എനിത്തിങ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും വാക്കിൽ എന്തെങ്കിലും ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾ എന്താക്കാം, ട്രാപ്പിലാക്കാനുള്ള അങ്ങനത്തെ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നന്നായിട്ട് എന്താക്കാം, ആ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും മുന്നിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു MCQ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുൻപ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമുക്കൊരു 5 MCQ നോക്കിയാലോ. ആദ്യത്തെ MCQൻ്റെ ആൻസർ മാത്രമേ കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് സ്പിൽമാൻ ഇനീഷ്യലി ഹെസിറ്റേറ്റ് ടു പ്ലേ ദ പിയാനോ വെൻ ദ ഓഫീസർ ആസ്ക്ഡ്. ഓഫീസർ ചോദിച്ചപ്പോൾ ഇവന് ആദ്യം തന്നെ ആ ഒരു പിയാനോ ചെയ്യാൻ മടി കാണിച്ചു. ഇവിടുത്തെ ഓപ്ഷൻസ് നോക്കാം, അതുപോലെ തന്നെ ആൻസേഴ്സ് നോക്കാം. ഹി ഫിയർഡ് മേക്കിംഗ് മിസ്റ്റേക്ക് ആഫ്റ്റർ നോട്ട് പ്രാക്ടീസിങ് ഫോർ ഇയേഴ്സ്. വർഷങ്ങൾക്ക് ശേഷം അത് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്ക് പറ്റുമോ എന്ന് ഭയന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ ചാപ്റ്റർ നല്ല രീതിയിൽ മനസ്സിലാക്കാതെ സമ്മറി മാത്രം പഠിച്ച ഒരാളാണെങ്കിൽ ചിലപ്പോൾ അത് ആൻസർ ഓക്കെ പറഞ്ഞേക്കാം, കാരണം അതിൽ പ്രാക്ടീസ് ചെയ്തില്ല എന്നൊക്കെ നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഹി തോട്ട് ഇറ്റ് മൈറ്റ് റിവീൽ ഹിസ് ഹൈഡിങ് പ്ലേസ്. അതുകൊണ്ട് അവൻ്റെ ഹൈഡിങ് പ്ലേസ് കണ്ടെത്തും എന്നൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാം. ഒരിക്കലും ചിലപ്പോൾ ഇത് നന്നായിട്ട് വായിച്ചിട്ടില്ലെങ്കിൽ ഹൈഡിങ് പ്ലേസ് എന്നുള്ള വേർഡ് ആക്ച്വലി ഈ ഒരു ചാപ്റ്ററുമായിട്ട് ഭയങ്കര റിലേറ്റഡ് ആണ്.
അങ്ങനെ നമുക്ക് എന്താക്കാം പാളിപ്പോവാം. അതുപോലെ തന്നെ ദി പിയാനോ വാസ് ബ്രോക്കൺ, ഒരു ലോജിക്കലി ഓക്കെ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഹി ഡിഡ് നോട്ട് റെക്കഗ്നൈസ് ദ മ്യൂസിക് റിക്വസ്റ്റഡ്. ഇതൊക്കെയാണ് നമ്മുടെ MCQ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ MCQ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്കൊരു 4 MCQ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? യെസ്, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹൗ ഡിഡ് ദ ഓഫീസർ റെസ്പോണ്ട് വെൻ സ്പിൽമാൻ ആസ്ക്ഡ് ഇഫ് ഹി വാസ് ജർമ്മൻ? നിങ്ങളൊരു ജർമ്മൻ ആണോ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന എക്സ്പ്രഷൻ അല്ലെങ്കിൽ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ റെസ്പോണ്ട് എന്നുള്ളതാണ്. അതായത് അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതായത് ഡെപ്ത് ലെവലിലാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. കാംലി എക്സ്പ്ലെയിനിങ് ഹിസ് ഹെറിറ്റേജ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു പാരമ്പര്യം കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ കാമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. വിത്ത് അജിറ്റേഷൻ എക്സ്പ്രസിങ് ഷെയിം ഓവർ റീസെൻറ്റ് ഇവൻറ്റ്സ്, ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, ജർമ്മൻ ഓഫീസറാണല്ലോ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആർമിക്കാരുണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹം ഷെയിം ആയിട്ടുണ്ടായിരുന്നു. വിത്ത് പ്രൈഡ് ഇൻ നാഷണാലിറ്റി, അദ്ദേഹത്തിൻ്റെ ആ ഒരു നാഷണാലിറ്റി, ഞാൻ ജർമ്മൻ ആണെന്നുള്ളത് ഭയങ്കര പ്രൈഡ് ആയിരുന്നു. അല്ലെങ്കിൽ ബൈ ഇഗ്നോറിംഗ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ചേഞ്ചിങ് ദ സബ്ജക്റ്റ് മാറ്റി ആ ഒരു ക്വസ്റ്റ്യനെ അവഗണിച്ചു എന്നുള്ള രീതിയിലാണോ? ഏതാണ് ആൻസർ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് ആക്ച്വലി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഒന്ന് എന്നോ ബിന്നോ സിന്നോ അങ്ങനെ ആൻസർ ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, യെസ്, വാട്ട് വാസ് ദ ഓഫീസേഴ്സ് ലാസ്റ്റ് ഗിഫ്റ്റ് ടു സ്പിൽമാൻ ബിഫോർ ലീവിംഗ് ദ വാർസോ വിടുന്നതിന് മുമ്പ് ഈ ഒരു സ്പിൽമാന് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഗിഫ്റ്റ് എന്തായിരുന്നു? എ ബാഗ് ഓഫ് ഫുഡ് ആൻഡ് പിസ്റ്റൾ, ഒരു പിസ്റ്റൾ, ഒരു ഫുഡും കൊടുത്തു, ഒരു ബാഗ് ഫുഡും കൊടുത്തു. അങ്ങനെ ഏഡ് ഡൗൺ ആൻഡ് എക്സ്ട്രാ ബ്രെഡ് കൊടുത്തു, ആൻഡ് ജർമ്മൻ ഓവർകോട്ട് ആൻഡ് ഗ്ലൗസ് കൊടുത്തു, റേഡിയോ ആൻഡ് സം ന്യൂസ് പേപ്പർ. ഇതിലെ ഓരോ വസ്തുക്കളും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും എല്ലാം ചാപ്റ്റർ റിലേറ്റഡ് ആണ്. അതിൽ ബാഗ് ഓഫ് ഫുഡ് ഉണ്ട്, പിസ്റ്റൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് തന്നെ ഗണ്ണ് വെക്കുന്ന കാര്യങ്ങളൊന്നും നമുക്കറിയാം. ഏഡ് ഡൗൺ പറഞ്ഞിട്ടുണ്ട്, എക്സ്ട്രാ ബ്രെഡ് പറഞ്ഞിട്ടുണ്ട്, ഓവർകോട്ട് പറഞ്ഞിട്ടുണ്ട്, ഗ്ലൗ ജസ്റ്റ് ആക്ച്വലി പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ റേഡിയോ, ന്യൂസ് പേപ്പർ, ഈ സംഭവങ്ങളൊക്കെ, ഈ വേർഡുകളൊക്കെ നമുക്ക് കേൾക്കുന്നത്, അത് നേരത്തെ പറഞ്ഞ ആ ഒരു ട്രിക്ക് അതാണ് പറഞ്ഞത്. സ്റ്റാർട്ടിങ് തന്നെ ആ ഒരു വേർഡ് കണ്ട് നമ്മൾ ആൻസറിലേക്ക് പോകുകയാണെങ്കിൽ ചിലപ്പോൾ പാളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ ആൻസർ ചെയ്യുക. ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. ആൻഡ് തേർഡ് വൺ, വാട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓൾമോസ്റ്റ് ലെഡ് ടു സ്പിൽമാൻ ഡെത്ത് ആഫ്റ്റർ വാർസോ ലിബറേഷൻ? വാർസോ ലിബറേറ്റഡ് ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കാരണം ചിലപ്പോൾ അദ്ദേഹം മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ഹി വാസ് മിസ്റ്റേക്കൺ ഫോർ എ ജർമ്മൻ സോൾജർ ബിക്കോസ് ഓഫ് ഹിസ് ഓവർകോട്ട് കാരണം മിസ്റ്റേക്കണായി. ഹി വാസ് തോട്ട് ടു ബി എ സോവിയറ്റ് സ്പൈ ആണെന്ന് അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു. ഹി വാസ് സസ്പെക്റ്റഡ് ഫോർ കൊളാബറേറ്റിംഗ് വിത്ത് ദ ജർമൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തു എന്ന് മറ്റുള്ള ആൾക്കാരെ സസ്പെക്ട് ചെയ്തു. ഹി വാസ് ബിലീവ് ടു ബി ലൂട്ടിംഗ് ദ റൂയിൻസ്, അവിടുത്തെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ റൂയിൻസ് ആയിട്ടുള്ള പൊളിഞ്ഞ സംഭവങ്ങളൊക്കെ അദ്ദേഹം ലൂട്ട് ചെയ്യുകയാണ്, അതിൽ നിന്ന് അടിച്ചു മാറ്റുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ആ ഒരു ലെവലിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇത് കുറച്ചുകൂടി ഈസിയാണ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് കിട്ടും. എന്നാൽ നിങ്ങൾ ട്രൈ ചെയ്യുക. ഫോർത്ത് വൺ ആക്ച്വലി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് റിഫ്ലെക്ട്സ് ദ അയർണി ഇൻ സ്പിൽമാൻ സിറ്റുവേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദ വാർ? യുദ്ധം അവസാനിക്കുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ഒരു കോൺട്രാസ്റ്റ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സിറ്റുവേഷനെ വ്യക്തമാക്കുന്ന ആ ഒരു ആൻസർ ഏതാണെന്നാണ് ചോദിച്ചത്. ഹി വാസ് സേവ്ഡ് ബൈ ജർമ്മൻ ഓഫീസർ ബട്ട് ഓൾമോസ്റ്റ് കിൽഡ് ബൈ പോളീസ് സോൾജർ. ആ സിറ്റുവേഷനാണോ? അദ്ദേഹം ജർമ്മൻ ഓഫീസറാൽ സേവ് ചെയ്യപ്പെടുന്നു, അതുപോലെ തന്നെ പോളീസ് സോൾജേഴ്സ്, അദ്ദേഹത്തിൻ്റെ സെയിം നാഷണാലിറ്റി ഉള്ള പോളീസ് സോൾജേഴ്സിനെ എന്താകുന്നു? കൊല്ലപ്പെടുന്നു. അതാണോ? അല്ലെങ്കിൽ ഹി റിട്ടേൺ ടു ഹിസ് ഓൾഡ് ഹോം, തൻ്റെ ആ ഒരു പഴയ വീട്ടിലേക്ക് അദ്ദേഹം തിരിച്ചു പോകുന്നു, വിച്ച് വാസ് മിറാക്കുലസ്ലി ഇൻടാക്ട്. അത് ഒരിക്കലും ഒരു പ്രതീക്ഷിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ്. അങ്ങനെയാണോ ആൻസർ? അല്ലെങ്കിൽ ഹി റിസീവ്ഡ് ന്യൂസ് ഓഫ് ലിബറേഷൻ വൈൽ സ്റ്റിൽ ട്രാപ്ഡ് ഇൻ ദ അറ്റിക്കിൽ ട്രാപ്പഡായി കിടക്കുമ്പോഴാണ് ലിബറേഷൻ, അദ്ദേഹം സ്വതന്ത്രനായി എന്നുള്ള ആ ഒരു വാർത്ത. ഇതാണ് ആ ഒരു ഐറണി എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ഹി വാസ് ഓഫർഡ് എ പ്ലേസ് ഇൻ ദ ജർമ്മൻ ആർമി ബിഫോർ ദ വാർ എൻഡഡ്. വാർ എൻഡ് ആകുന്നതിന് മുമ്പ് ജർമ്മൻ ആർമിയിൽ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടി. ഇതാണോ? ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസേഴ്സ് എന്നത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് ഇതിൻ്റെ ആൻസേഴ്സ് 1 to 4 ഉണ്ട്. ആ ഒരു ആൻസർ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നിങ്ങളുടെ SSLCയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിന് മസ്റ്റായിട്ട് ഷെയർ ചെയ്യുക, മറന്നു പോകരുത്. നമുക്ക് ഇതുപോലത്തെ ധാരാളം കോണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ അവൈലബിൾ ആയിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ള ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. നമുക്കിതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.